ഓക്കെ. അപ്പൊ MA ഒഴികെ ബാക്കി എല്ലാം റെപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈ പാസ് ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും ചോദിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ കിറ്റ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് എന്താവും, റെഡിയാവും. പക്ഷെ കിറ്റ് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. ചില ആൾക്കാർ എന്ത് ചെയ്യും, കിറ്റെല്ലാം പ്രാക്ടീസ് ചെയ്യാണ്ട് പോയിട്ട് 2-3 പ്രാവശ്യം പൊട്ടിയിട്ട് വരും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കിറ്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിലൊരു കുറച്ച് എന്താണ് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറച്ചല്ല കുറെ ഇത്ര ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം. നമ്മളിപ്പോ ലെസൺസ് പ്രോഗ്രസ് ചെയ്യുന്നതിന് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ പോയിട്ട് സ്വന്തമായിട്ട് ട്രൈ ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് തുടങ്ങുവാണ്. ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ, അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താ, കണക്കെടുക്കൽ എന്ന് പറഞ്ഞാൽ സയൻസിലുള്ള പിള്ളേർക്ക് അറിയാലോ. കണക്കെടുക്കുക, നമ്മളൊന്ന് എന്ത് ചെയ്യാം, എഴുതി വെക്കുക. അതിനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അക്കൗണ്ടിങ്ങിന് എന്തുണ്ട്, 2 എലമെന്റ്സ് ഉണ്ട്. ഒന്നെന്താണ്, റെക്കോർഡിംഗ് ആണ്. എന്താണോ ബിസിനസ്സിൽ നടക്കുന്നത് അത് എഴുതി വെക്കും. അതിനാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്താണ്, സമ്മറൈസിങ് ആണ്. റെക്കോർഡ് ചെയ്ത് വെച്ചതിനെ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതിൽ നിന്ന് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം, അല്ലെ? അതിനാണ് സമ്മറൈസിങ് എന്ന് പറയാം. ഇനി ഈ റെക്കോർഡിങ്ങും സമ്മറൈസിങ്ങും നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? FS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനാണ്. എന്താണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മണി റിലേറ്റഡ് ആണ്, അല്ലെ? സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ ഒരു ATM പോയി പൈസ വിഡ്രോ ചെയ്തു, നമുക്ക് എന്ത് കിട്ടും? സ്ലിപ്പ് കിട്ടും, അല്ലെ? സ്ലിപ്പിൽ എന്തുണ്ടാവും, നമ്മൾ എത്ര വിഡ്രോ ചെയ്തിട്ടുണ്ട്, മുമ്പത്തെ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്, എത്ര അവൈലബിൾ ബാലൻസ് ഉണ്ട്, അല്ലെ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ലേ, അത് തന്നെയാണ് ഇവിടെ എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് വിത്ത് ബിസിനസ് ആണ്. അത് വെറും നമ്മളൊരു ചെറിയൊരു അക്കൗണ്ടിന്റെ ഇൻഫർമേഷൻ ആണ്. പക്ഷെ ഇതെന്താണ്, ഒരു എൻറ്റയർ ബിസിനസിന്റെ സമ്മറിയാണ്. ക്ലിയർ അല്ലേ? അതിനാണ് എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ തിരിക്കുക 5 ആയിട്ടാണ്. ഫസ്റ്റ് വൺ എന്താണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. അതല്ല ഫസ്റ്റ് ആണ്, പക്ഷെ ജസ്റ്റ് പേഴ്സേ നമുക്ക് അത് പറയാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യും, പിന്നീട് ലാസ്റ്റിലോട്ട് ഒരു എൻറ്റയർ ചാപ്റ്റർ ഡെഡിക്കേറ്റഡ് ടു ദിസ് ആണ്. CFS, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, ഒരു 21st ചാപ്റ്റർ. ഞാൻ എടുക്കുമ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിലായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് മനസ്സിലാക്കാനും പറ്റും, സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റും. ആ ഒരു കോൺഫിഡൻസ് ആണ്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ എന്താണ്, HSC എക്സാം ടഫ് ആണെന്നുള്ള ലെവലൊന്നും ഇരിക്കണ്ട. ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഈസി ആയിട്ട് തരും. ഓക്കെ. പിന്നെ പ്രോബ്ലം പേപ്പർ ആണ്, അത്ര ബോറടി ഉണ്ടാവില്ല. ഫസ്റ്റത്തെ 2 ചാപ്റ്റർ തിയറിയാണ്, അതിനുശേഷം പിന്നെ ഫുള്ളും പ്രോബ്ലംസ്. ഓക്കെ. പ്രോബ്ലം എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താവും, എളുപ്പമാവും. ഓക്കെ. ചിലപ്പോൾ ഞാൻ പ്രോബ്ലംസ് Excel ചെയ്യാം, നിങ്ങൾ നോട്ടിൽ തന്നെ ചെയ്യണം. കാരണം നിങ്ങൾക്ക് എക്സാമിന് Excel അല്ല. അതായത് ഫസ്റ്റത്തെ 4 പേപ്പേഴ്സിന് നിങ്ങൾക്ക് ഫുൾ MCQs ആണ്. അപ്പൊ നിങ്ങൾ സെന്റർ എക്സാം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെന്ററിന് നിങ്ങൾക്ക് ഒരു പേപ്പറും പെൻസിലും അവർ തരും. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്ററും ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ചെയ്യാം, എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. MCQs ആണ്. OTQs എന്നാ പറയാം. MCQs എന്തിട്ടാ പറയാത്തെ, MCQs ബേസിക് ഫോമാറ്റ്, അതായത് 4 ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം. OTQ എന്ന് പറയുന്നത് പല മോഡൽ ഉണ്ടാവും. ചിലപ്പോൾ പല ഓപ്ഷൻസ് ഒന്ന് സെലക്ട് ചെയ്യലായിരിക്കും, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ടാണ് OTQs വരിക. OTQs പല ഫോമാറ്റ്സും ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒരു ഡെമോ ആയിട്ട് എന്ത് ചെയ്യും, ഞാൻ എക്സാമിന്റെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ഞാൻ ലോഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ ഉണ്ടാവുമല്ലോ. ഓക്കെ. ബാക്കി എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യും, പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എന്തായാലും ലോഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. വീട്ടിലെ ലാപ്പ് ഉള്ള ആൾക്കാരാണെങ്കിൽ ലാപ്പ് കൊണ്ടിരിക്കുക. ഓക്കെ. റിസ, മൺഡേ സെഹലന്റെ തീരുമാനമാവൂലേ? വരാൻ പറ്റട്ടെ നിനക്ക്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നിന്നെ ഇവിടെ നേരിട്ട് കാണണം എന്നുള്ളത്. നോക്കാം ഇൻഷാല്ലാ. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് നമ്മൾ ലാസ്റ്റിലോട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് CFSന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി അങ്ങോട്ട്, അതായത് F ലെവലിൽ ഇതിന്റെ അഡ്വാൻസ്ഡ് ഉണ്ട്, FRന്റെ അഡ്വാൻസ്ഡ് SBR. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഈ 5 എണ്ണം. ഈ 5 എണ്ണം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ട് നിങ്ങളെ ബേസ് ആണ് ഇത്. ക്ലിയർ അല്ലേ? അപ്പൊ ഫസ്റ്റ് വൺ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ക്യാഷ് ഫ്ലോസ് എന്താ, ക്യാഷ്. അപ്പൊ ഒരു ബിസിനസ്സിലുള്ള ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും എടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. അപ്പൊ ക്യാഷ് ഇൻഫ്ലോസും ഉണ്ടാവും, എന്തുണ്ടാവും,
ക്യാഷ് ഔട്ട്ഫ്ലോസും ഉണ്ടാവും അല്ലെ. ഇത് രണ്ടും നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് എടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തേത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഒരു ബിസിനസ്സിൽ ക്യാപിറ്റൽ ആരെ കൊണ്ടുവരിക? ഓണേഴ്സ് അല്ലെ. ആ ഓണേഴ്സിന്റെ ക്യാപിറ്റലിനാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓണേഴ്സിന്റെ ക്യാപിറ്റൽ എന്താ പറയാ? ഇക്വിറ്റി എന്നാ പറയാ. ഓക്കെ, അപ്പൊ ആ ഇക്വിറ്റിയുടെ ട്രെൻഡ്സ് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ക്ലിയർ അല്ലേ? അതായത് എത്രത്തോളം ഓണർ ക്യാപിറ്റൽ കൊണ്ടുവന്നു, എത്രത്തോളം നമ്മൾ ഓണേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇതിനെല്ലാം ഷോർട്ട് ഫോം ഉണ്ട്, പറഞ്ഞുതരും. അടുത്തത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അതായത് നമ്മൾ ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഈ +1 +2 കൊമേഴ്സ് പഠിച്ച ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇല്ലേ? പഠിച്ചിട്ടില്ലേ റിസ, ഫാത്തിമ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓർമ്മ ഉണ്ടോ 11th? എടാ അൺമ്യൂട്ട് ആക്കി പറയടോ. ഓർമ്മയുണ്ട്. ആ സാധനം തന്നെ അതിന്റെ പേര് മാറ്റി എന്ത് ചെയ്തു? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞു. അതായത് ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും റെക്കോർഡ് ചെയ്യുന്ന സാധനം. ക്ലിയർ അല്ലേ? അടുത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ്. കേട്ടിട്ടുണ്ടോ? മൂന്നാളും കേട്ടിട്ടില്ലേ? ബാക്കി രണ്ടാൾക്കും അറിയില്ലേ? ആ ബാലൻസ് ഷീറ്റിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇനി ലാസ്റ്റ് വൺ നോട്ട്സ്. നോട്ട്സ് അവിടെ കാണുമ്പോൾ വിചാരിക്കും എന്തോ വലിയ സംഭവം അല്ല, ജസ്റ്റ് വർക്കിങ്സ്. നമ്മൾ കാണിച്ച, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്തൊക്കെ സംഗതി ഉണ്ടോ അതിന്റെ ഒക്കെ വർക്കിങ്സ് എവിടെ ഉണ്ടാവുക? നോട്ട്സിലാണ് ഉണ്ടാവുക. ഇനി സുമാറ് വർക്കിങ്സ് അല്ല, നമ്മളിങ്ങനെ സ്ക്രിബിൾ ചെയ്തിടലില്ല, ഒരു നല്ല ഫോർമാറ്റോടെ നമ്മൾ എന്ത് ചെയ്യും? അത് എഴുതി വെക്കും. അതിനാണ് നോട്ട്സ് എന്ന് പറയുന്നത്, നോട്ട്സ് ടു അക്കൗണ്ട്സ്. മനസ്സിലായോ? അപ്പൊ ഈ 5 ഒന്നിച്ചു കൂടിയാലാണ് എന്താവുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവുക. ഇനി അങ്ങോട്ട് ഞാൻ ഇത് ഫുള്ളൊന്നും പറയൂല. ഒരു ACCA പഠിപ്പിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ACCA പഠിക്കുന്ന ആൾക്കാരോ എന്ത് ചെയ്യില്ല, ഇതൊന്നും ഫുള്ളും പറയൂല. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് എന്താ പറയാ? FS എന്നാ പറയാ. മനസ്സിലായ? സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസിന് എന്താ പറയാ? CFS എന്നാ പറയാ. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിന് എന്താ പറയാ? SOCE എന്നാ പറയാ. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L എന്താ പറയാ? നമ്മള് SOPL എന്നാ പറയാ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനെ നമ്മൾ എന്താ പറയാ? SOFP എന്നാ പറയാ. നോട്ട്സ് ടു അക്കൗണ്ട്സ് അടുത്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഷോർട്ട് ഫോംസ് ആണ് ഇത്. അപ്പൊ ഞാനിനി FS എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഞാനിനി CFS എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ്. SOCE എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആണ്. SOPL എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനെ ഞാൻ എന്താ പറയാ? SOFP എന്നാ പറയാ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെ ഇനി ഷോർട്ട് ഫോംസിൽ ഉണ്ടാവുക. ഒന്നും ഞാൻ എന്ത് ചെയ്യില്ല, ലോങ് വേർഷൻ ഇനി ഒരിക്കലും യൂസ് ചെയ്യില്ല. വലിയ പണിയാണ്. നമ്മളിങ്ങനെ ക്ലാസ് കൊടുത്താൽ മൊത്തം പ്രൊണൗൺസ് ചെയ്യല് വലിയ പണിയാണ്. അപ്പൊ ടീച്ചേഴ്സും ACCA സ്റ്റുഡൻസും ഒക്കെ എന്ത് ചെയ്യും? ഷോർട്ട് കട്ട് ആയിട്ട് ഇങ്ങനെയാണ് ഇതൊക്കെ പറയാം. നോട്ട്സ് ഞാൻ അയച്ചു തരുവേ. ഇനി നിങ്ങൾക്ക് കാണുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബിസിനസിന്റെ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ മൊത്തം എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. പണ്ട് ജാമ്പാൻ കാലത്താണെങ്കിൽ എന്ത് ചെയ്യാം? എഴുതി വെക്കുക ചെയ്യാം അല്ലെ. ഇപ്പൊ നമുക്ക് അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. അതാണ് ഈ SAP അല്ലെ, അല്ലെങ്കിൽ ടാലി പ്രൈം. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നമ്മളിപ്പം റെക്കോർഡ് ചെയ്യുക. ആ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കും, കമ്പ്യൂട്ടറിലേക്ക് ഇട്ടുകൊടുക്കും. അത് നിന്നിട്ട് എന്ത് ചെയ്യും? ഒരു പീരീഡ് ഓഫ് ടൈം അതിന്റെ FS നമ്മൾ പുറത്തിറക്കും. ടിപ്പിക്കലി എത്രയാണ്? 1 year ആണ്. ഇനി നമ്മൾ ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഇത് എന്തിനാ നമുക്ക് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ഉപകാരം എടുത്തോളൂ. എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ? എന്തിനാ ചെയ്യുന്നത്? നമുക്ക് FS പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരാൾ പുറത്തുനിന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ ബിസിനസ്സിൽ ഇത്ര അസറ്റ്സ് ഉണ്ട്, ഓക്കെ, ഇത്ര ലയബിലിറ്റീസ് ഉണ്ട്, നമ്മുടെ ബിസിനസ്സിൽ ഇത്ര ക്യാഷ് ഫ്ലോസ് ഉണ്ട്, ഇത്ര പ്രോഫിറ്റ് ആക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതിനാണ് എന്ത് പറയുന്നത്? ആ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് എന്ത് പറയുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളെ FS ആരാണോ എടുത്ത് നോക്കുന്നത് അവരെയാണ് എന്ത് പറയുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ് ആര്? യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ.
യൂസേഴ്സ്. ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്നത്, ഞാൻ ഈ ഫോൺ യൂസർ ആണ് അല്ലെ? അതേപോലെ FS യൂസ് ചെയ്യുന്ന ആളാണ് എന്ത്? യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിച്ചേ, ഒരു കുഴപ്പമില്ല. എന്ത് പൊട്ടത്തരാണെങ്കിൽ ചോദിച്ചോ, ഞാനെല്ലാം അങ്ങനെ കുറെ പൊട്ടത്തരം ചോദിച്ചിട്ട് എടുത്തിയതാ. ഡൗട്ട്സ് ഉണ്ടോ? മൂന്നാക്കം ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. റിസ, ഫാത്തിമ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതൊക്കെ എടുക്കുക? ഒന്ന്, ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടാവും അല്ലെ? ചിലപ്പോൾ നമുക്കൊരു ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് ബാങ്ക് എന്ത് ചെയ്യും? നമ്മൾ FS എടുക്കും. കാരണം ഇവർക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടുന്നുള്ള ഉറപ്പ് ബാങ്കിന് വേണം അല്ലെ? അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? FS എടുക്കും. ചിലപ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യും? FS എടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കുന്ന ബിസിനസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? അതിനനുസരിച്ച് ബോണസും റേറ്റ്സ് ഒക്കെ കിട്ടണം അല്ലെ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എംപ്ലോയീസ് യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പോവാണ്. ഇവിടെ നമ്മൾ പറയാൻ ബാക്കി വെച്ചൊരു സാധനമുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ട്സ്. അത് ഞാൻ അതിലേക്ക് വരും. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ശേഷം എന്ത് ചെയ്യും? ഈ സാധനം പറയാം കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തൊക്കെയാണ് ചെയ്യുക? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ FS എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. FS ആർക്ക് വേണ്ടിയിട്ടാണ്? എക്സ്റ്റേണൽ യൂസേഴ്സിനാണ്. എക്സ്റ്റേണൽ യൂസേഴ്സ് മാത്രമല്ല, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും എന്ത് ചെയ്യും? നമ്മളെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു കാര്യം, അതായത് സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു വേർഡ് ആണ് നിങ്ങൾ സെക്കൻഡ് പോയിന്റിൽ. സ്റ്റുവേർഡ്ഷിപ്പിന്റെ പച്ച മലയാളം ഞാൻ പറഞ്ഞതാ, കാര്യസ്ഥൻ. ഫിലിം അല്ലേ? സ്റ്റുവേർഡ്ഷിപ്പ് എന്നാണ് കാര്യസ്ഥ പണി എന്ന് പറയാം. സ്റ്റുവേർഡ്ഷിപ്പിന്റെ അർത്ഥാണ്, അതായത് കെയർ ടേക്കർ എന്നൊക്കെ പറയൂലേ, അതാണ് സ്റ്റുവേർഡ്ഷിപ്പ്. ഓക്കെ, അപ്പം ബിസിനസ്സിന് എന്ത് ചെയ്യും? നമ്മള് ACCA പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ബിസിനസ് അല്ലേ പറയുന്നത്, വലിയ ബിസിനസ് ആണ്, വലിയ കമ്പനീസ് ആണ്. ചെറിയ ചെറിയ കമ്പനീസ് ഒന്നല്ല, വലിയ വലിയ കമ്പനീസിനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഒരു വലിയ കമ്പനി, ഷെയർ ഹോൾഡേഴ്സ് കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാരും വന്ന് ബിസിനസ് മാനേജ് ചെയ്യും? ഇല്ല. ഷെയർ ഹോൾഡർ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഡയറക്ട്ലി ബിസിനസ് മാനേജ് ചെയ്യത്തില്ല. അവർക്ക് പകരം എന്തുണ്ടാവും? ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ കമ്പനിയിൽ ഉണ്ടാവും. അവരെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ACCA കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രെയിനി ആയിട്ട് കയറും അല്ലെ? ട്രെയിനി ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു പോസ്റ്റിലേക്ക് ഒഫീഷ്യലി കയറും. ജൂനിയർ പോസ്റ്റ് ആയിരിക്കും. അവിടുന്ന് നമ്മൾ സീനിയർ ലെവലിലോട്ട് പോകും. അവിടുന്ന് കുറെ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാനേജ്മെന്റിലേക്ക് കയറും. മനസ്സിലായി? ആഫ്റ്റർ അറ്റൈനിങ് സോ മച്ച് എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യും? ഒരു കമ്പനിയുടെ മാനേജ്മെന്റിലേക്ക് കയറും. ഇനി മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് പകരം എന്ത് ചെയ്യും? കമ്പനീനെ മുമ്പോട്ട് നീക്കും. അല്ലാണ്ട് ഒരിക്കലും വലിയ വലിയ കമ്പനീസിൽ ആരാണ് കമ്പനി നടത്താത്തത്? ഷെയർ ഹോൾഡേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല? കമ്പനി നടത്തൂല. ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങി, ഞാൻ ഒറ്റക്കൊരു ബിസിനസ് തുടങ്ങി, ഞാനായിരിക്കും അത് മാനേജ് ചെയ്യാം. കാരണം എന്താ? ഞാൻ ഒരാളെ ഉള്ളൂ. ഒരു 50 ആൾക്കാർ കൊണ്ട് ബിസിനസ് തുടങ്ങി, 50 ആൾക്കാർക്ക് ഒരുപോലെ വന്ന് ഇടപെടാൻ കഴിയും? ഇല്ല. അവിടെ ഒരു കെയോസ് ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മളെ ഈസിയസ്റ്റ് സൊല്യൂഷൻ എന്താ? കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ആ കമ്പനി നമ്മളുടെ ബിഹാഫിൽ എന്ത് ചെയ്യും? അവര് മാനേജ് ചെയ്ത് പോകും. അതിനാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ് ആണ് എന്ത്? സ്റ്റുവേർഡ്ഷിപ്പ്. മനസ്സിലായ? ഈ സെക്കൻഡ് വണ്ണിലെ പോയിന്റ് ആണ് സ്റ്റുവേർഡ്ഷിപ്പ്. സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെന്റ് ഷെയർ ഹോൾഡേഴ്സിന് പകരം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക. അതിനാണ് സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് വിൽ തിങ്ക് അല്ലെ, ഈ മാനേജ്മെന്റ് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകോ, ഇവര് നമ്മളെ ബിസിനസ് മുക്കിക്കളയോ, അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവില്ലേ? അപ്പൊ ആ ചിന്ത ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? FS വേണം. കാരണം FS നോക്കിയാൽ നമുക്ക് തിരിയും മാനേജ്മെന്റ് നല്ല രീതിയിലാണോ കൊണ്ടുപോകുന്നത് ഇല്ലയോ എന്നുള്ളത്. ക്ലിയർ അല്ല? അതാണ് ആ സെക്കൻഡ് പോയിന്റ് പറയുന്നുള്ളൂ. സ്റ്റുവേർഡ്ഷിപ്പിന് വേണ്ടിയിട്ടാണ് എന്ത്? അതായത് ഡയറക്ടേഴ്സിന്റെ സ്റ്റുവേർഡ്ഷിപ്പ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് പോലെയാണ് എന്ത്? FS. ക്ലിയർ അല്ലേ? ഓക്കെ, തേർഡ് പോയിന്റ്, ഇൻവെസ്റ്റേഴ്സ്. അതായത് ചില ആള് ചില കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലെ? നമ്മളിപ്പം നമ്മുടെ കയ്യിൽ ഒരു 10,000 rupees ഉണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമാണ്. നമ്മൾ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ കമ്പനീസിലൊക്കെ പോയി നോക്കും അല്ലെ? അപ്പൊ നമുക്ക് ഏറ്റവും അധികം ഇൻഫർമേഷൻ കിട്ടുക എവിടെ നിന്നായിരിക്കും? കമ്പനിയുടെ FS എന്നായിരിക്കും അല്ലെ? കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനി, അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? നമുക്കും പ്രോഫിറ്റ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് പോയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ? അപ്പൊ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും ഈ FS. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ഇൻവെസ്റ്റിങ്ങിന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അടുത്തത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സുമാറല്ല. അതായത്
അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തോന്നിയ പോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പം തോന്നിയ പോലെ ഓക്കെ സെയിൽ നടന്നിട്ടുണ്ട്, നമുക്ക് അത് എവിടെയെങ്കിലും പോയിട്ടിടാം, അങ്ങനെയൊന്നല്ല. അതിന് സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുക, അല്ലെങ്കിൽ കണക്ക് വെക്കുക. നിങ്ങൾ സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ ജേർണലൈസിംഗ് റൂൾസ്, ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. ഓക്കെ, ഇനി ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് നമ്മൾ ഒരു പേര് കൊടുക്കുന്നുണ്ട്. അതാണ് IAS IFRS. IAS IFRS. ഓക്കെ, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് രണ്ടും എന്താണ്, സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അക്കോർഡിംഗ് ടു വിച്ച് വി ആർ ഗോയിങ് ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ IAS IFRS എന്താണ്, എന്താണോ എങ്ങനെയാണോ നമ്മൾ ഒരു കമ്പനിയിൽ അക്കൗണ്ടിങ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്ന സംഗതിയാണ് ഈ രണ്ടെണ്ണം. മനസ്സിലായോ? ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് ഡൗട്ട് ഉണ്ടോ? റിസ, ഫാത്തിമ ഡൗട്ട് ഉണ്ടോ? ഇല്ല. നാളെ മുതൽ വീഡിയോ ഉണക്കണേ, എനിക്ക് നിങ്ങളെ മുഖം വായിക്കാൻ കഴിയുന്നില്ല. ആ, പിന്നെ ലാസ്റ്റ് വൺ, FS ഒരിക്കലും എന്ത് ചെയ്യില്ല. നമ്മളെ കമ്പനി ഫോർ എക്സാമ്പിൾ ആപ്പിൾ എന്ന് വിചാരിക്കുക. ആപ്പിളിന് കുറെ പ്രോഡക്റ്റ് ലൈൻ ഉണ്ട് അല്ലെ. ടാബ്ലറ്റ് ഉണ്ട്, ആപ്പിൾ പെൻസിൽ ഉണ്ട്, ഐഫോൺ ഉണ്ട് അല്ലെ. ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, ആപ്പിൾ പെൻസിലിന് എത്ര പ്രോഫിറ്റ് കാണുന്നുണ്ട്, ഐഫോണിന് മാത്രം എത്ര പ്രോഫിറ്റ് കാണുന്നുണ്ട്, അങ്ങനെ പറയില്ല. പകരം എന്ത് ചെയ്യും, അവർ ചെയ്യുന്ന എല്ലാ ബിസിനസിന്റെയും ഒറ്റൊരു റിസൾട്ട് പുറത്തേക്ക് വിടും അല്ലെ. അപ്പൊ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിനല്ല FS എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു കമ്പനി ആസ് എ ഹോൾ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ്? സി, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു സമ്മറൈസ്ഡ് വേർഷൻ ആണ് അല്ലെ. ഒരു ബിസിനസ്സിന് ഒരു കൊല്ലം എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് സമ്മറൈസ് ചെയ്യും. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് എലമെന്റ്സ് ആണ് ഉള്ളത്. ഒന്നെന്താണ് പറയണോ, റെക്കോർഡിങ്. രണ്ടാമത്തെ എന്താണ്, സമ്മറൈസ് അല്ലെ. ഇത് രണ്ടാണ് ബേസിക്കലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ. പക്ഷേ നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ആപ്പിള് ഐഫോൺ എത്ര കോസ്റ്റിനാണ് വാങ്ങുന്നത്, എത്ര മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട് ഇതിന്റെ ഉള്ളില്, എത്ര ലേബർ കോസ്റ്റ് ഉണ്ട്, ഇതൊന്നും നമുക്കറിയില്ല അല്ലെ. അപ്പൊ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് ഒരു പ്രോഡക്റ്റിനെ പറ്റി അറിയണം, അല്ലെങ്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഓഫീസിൽ എന്താ നടക്കുന്നതെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, മാനേജ്മെന്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇപ്പൊ രണ്ടിനും രണ്ട് ഫങ്ഷൻസ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ ബേസിക്കലി എന്താണ്, FS തയ്യാറാക്കി കൊടുക്കുക, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ FS പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു കമ്പനി നടത്തി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമില്ല അതിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. MA എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ തന്നെ ഒരു സബ്ജക്ട് ഉണ്ട്, നിങ്ങൾ ഇൻ ഡെപ്ത് ആയിട്ട് എന്ത് ചെയ്യും, ആ സബ്ജക്റ്റിൽ പഠിക്കും. റിസാനയാണ് ക്ലാസ് എടുക്കുക, അതിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കേ. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മളൊരു കാര്യം ഇൻ ഡെപ്ത് ആയിട്ട് അറിയാന്ന് വിചാരിക്കാം. ഈ ഒരു ഐഫോൺ ഇതിന്റെ കോസ്റ്റ് എത്രയാണ്, ഇതിന്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ഇതിന്റെ സോഫ്റ്റ്വെയർ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ കുറെ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു കമ്പനീനെ ചിക്കിച്ചകഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ അതെന്താണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോഡക്റ്റിന് എത്ര പ്രോഫിറ്റ് കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ട്രാൻസാക്ഷൻസ് അല്ലേ റെക്കോർഡ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ കോസ്റ്റ് എല്ലാം പറയും. പക്ഷെ ആ ഒരു റോ മെറ്റീരിയൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കാം. അതായത് നമുക്കിപ്പം മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വെറും ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് മാത്രമല്ല, ഏടുന്നല്ല നമുക്ക് ചെറിയ പൈസക്ക് സാധനം കിട്ടും. ഓക്കെ, എത്ര റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട്, ഇതൊക്കെ ചിന്തിക്കും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലോ നീ വാങ്ങുന്ന സാധനത്തിന്റെ കോസ്റ്റും നീ വാങ്ങുന്ന സ്ഥലവും അല്ലെങ്കിൽ നീ വാങ്ങുന്ന ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. എനിക്കത് എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ള ക്വസ്റ്റ്യൻ എവിടെ വരുന്നില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നില്ല. പക്ഷെ ആ ക്വസ്റ്റ്യൻ വരും ഇവിടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ. സിമ്പിൾ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പൊ പെർച്ചേസസ് എടുക്കുകയെന്ന് വിചാരിക്കാം, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. പെർച്ചേസസ് എടുക്കുകയെന്ന് വിചാരിക്കാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവില് നീ അത് വാങ്ങുന്നതും എത്ര വാങ്ങുന്നു എന്ന് മാത്രമേ നോക്കുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല.
ട്രാൻസാക്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷെ നീ ഒരു MA പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നെങ്കിൽ നിനക്കത് എവിടുന്നൊക്കെ വാങ്ങാം, എവിടുന്നൊക്കെ പൈസ കുറച്ച് വാങ്ങാം, എത്ര ക്വാണ്ടിറ്റീസ് വാങ്ങിയാലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവുക, ഇതൊക്കെ ഇൻഡെപ്ത് ആയിട്ട് കാണിക്കും. MA കുറച്ചും കൂടി ഡിസിഷൻ മേക്കിംഗ് ആണ്. FA എന്ന് പറയുന്നത് ഓൾറെഡി തീരുമാനിച്ചത് റെക്കോർഡ് ചെയ്യുന്നത്. MAയിലേക്ക് എത്തുമ്പോ അതെന്തായി, ഡിസിഷനും കൂടി വന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് MA ഇഷ്ടപ്പെടുമെങ്കിൽ PM ഇഷ്ടവും, MA ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ PM ഇഷ്ടമില്ല. അങ്ങനെ ഉണ്ടാവാം. നിങ്ങൾക്ക് MA പഠിക്കുമ്പോൾ തിരിയും. ചില ആൾക്കാർക്ക് അത് ഒരു ഇഷ്ടപ്പെടാത്ത, എനിക്ക് ഇഷ്ടമല്ല പേഴ്സണലി, എനിക്ക് ഇഷ്ടമല്ല എത്ര സബ്ജക്ട് എനിക്ക് ഇഷ്ടമല്ല. ചില ആൾക്കാർക്ക് ആ ഒരു സബ്ജക്റ്റിനോട് മോഹബത്ത് ഉണ്ടാവില്ല, അപ്പോ അവർക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ബോറിലടിക്കും. ചില ആൾക്കാർക്ക് ആ സബ്ജക്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലാണ്ട് എന്താ പറയാ നല്ല മാർക്കോടെ പാസ്സാവും, PM എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആവും. മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ അതിൽ കുറച്ച് മൈനോറിറ്റി ഉണ്ടാവും ഇഷ്ടപ്പെടാത്ത, എന്നെപ്പോലത്തെ കുറെ ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ സെഷനിൽ ഞാൻ പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾക്ക് PM ഇഷ്ടമാണോ MA ഇഷ്ടമാണോ എന്നല്ല. മെജോറിറ്റി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. എന്നെപ്പോലെ പറഞ്ഞാൽ ആകെ 5-4 കുട്ടികളായിട്ട് ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വെറുപ്പിച്ച സബ്ജക്റ്റാണ്. എനിക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ ഇഷ്ടമല്ല, ഇപ്പൊ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. പണി എന്തായി പോയില്ലേ. PM ഇപ്പൊ കറക്റ്റ് മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടില്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പം മാനേജ്മെന്റ് അക്കൗണ്ടിങ് ബേസിക്കലി എന്താണ്, ഡിസിഷനുമായിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉള്ളത്. ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? ഒന്ന് നമുക്കറിയാം, മാനേജ്മെന്റ് അക്കൗണ്ടിങ് പേരിൽ തന്നെ ഉണ്ട്, മാനേജ്മെന്റ് ആണ് യൂസ് ചെയ്യുക. മാനേജ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡിസിഷൻസ് എടുക്കാനാണ്. ഇനി ഡിസിഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പ്ലാനിങ് എന്നുള്ള അർത്ഥം. പക്ഷെ അത് നമ്മളൊരു ബിസിനസ് പെർസ്പെക്റ്റീവിലായ അത് നമ്മൾ പ്ലാനിങ് എന്നല്ല പറയാ, സ്ട്രാറ്റജി എന്ന് പറയാം. മനസ്സിലായോ? ബിസിനസ് ഡിസിഷൻസ് എടുക്കുന്നെങ്കിൽ അതിന് പ്ലാനിങ് എന്ന് പറയില്ല, അതിനെന്താ പറയാ, സ്ട്രാറ്റജി എന്നാ പറയാ. പച്ച മലയാളത്തിലെ അർത്ഥം എന്താണ്? പ്ലാൻ ചെയ്യുക. പച്ച മലയാളമല്ല, ഇംഗ്ലീഷിലുള്ള അർത്ഥം എന്താ? പ്ലാൻ ചെയ്യുക. പക്ഷെ ബിസിനസ് പെർസ്പെക്റ്റീവിൽ അത് നമ്മൾ എന്താ പറയാ, സ്ട്രാറ്റജി എന്നാ പറയാ. അണ്ടർസ്റ്റാൻഡ്? രണ്ടാമത്തത് എന്താണ്? പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആക്ടിവിറ്റീസ്. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് കൊമേഴ്സ് പഠിച്ചവർക്ക് അറിയണ്ടാവും എന്താന്നുള്ളത്. നിങ്ങള് ബിസിനസ്സിൽ പഠിച്ചിട്ടില്ലടോ രണ്ടാളും? ഫാത്തിമ, റിസ? അതന്നെ സാധനം. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഇത്രയേ ഉള്ളൂ. നമ്മളെ ബിസിനസ്സിൽ നടക്കുന്നൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കും. ഓക്കെ, ആ പ്ലാൻ ചെയ്ത പോലെയാണോ നടക്കുന്നത് നോക്കുന്നതാണ് കൺട്രോളിങ്. ഓക്കെ, അപ്പൊ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും എന്താണ് യൂസ് ചെയ്യുക? MA ആണ് യൂസ് ചെയ്യുക, FA അല്ല യൂസ് ചെയ്യുക. മനസ്സിലായോ? അടുത്ത എന്താണ്? ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ MA ആണ് യൂസ് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച ഐഫോൺ നിർത്തി വെക്കണം, നമ്മൾ FS അല്ല നോക്കുക, പകരം എന്താണ് നോക്കുക? MA ആണ് നോക്കുക. മനസ്സിലായോ? ഓക്കെ, കാരണം എന്താ, അതൊരു വലിയ ഡിസിഷനാണ്. FS നോക്കും, പക്ഷെ കൂടുതൽ നോക്കുക എന്താണ്? MA ആണ്. ക്ലിയർ അല്ലേ? MA എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓപ്റ്റിമൈസിങ് റിസോഴ്സ് യൂസ്. ഇനിയിപ്പം നമ്മളെ കയ്യിൽ 10,000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു നമ്മൾ തീരുമാനിക്കുക മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൂടെയാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുക എങ്ങനെയാണ്? FAയിലൂടെയാണ്. മനസ്സിലായോ? ആ തീരുമാനത്തിന്റെ സ്റ്റേജ് എവിടെയാണ്? MAയിലാണ്. അണ്ടർസ്റ്റുഡ്? MA FA തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പൊ നല്ല ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ MAനെ പറ്റി ഇത്രേ പഠിക്കുന്നുള്ളൂ. ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു സബ്ജക്റ്റിലേക്ക് കയറുമ്പോൾ പഠിക്കും. ക്ലിയർ അല്ലേ? അടുത്തത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ യൂസേഴ്സ് ഓഫ് FS. ഇത് ഞാൻ ഓൾറെഡി ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഹിന്റ് തന്നതാണ്. ഞാൻ ആദ്യമായിട്ടാ ഇത്ര കുറച്ച് സ്റ്റുഡൻസിന് എടുക്കുന്നത്. പക്ഷെ എവറിത്തിങ് ഇസ് എ സ്റ്റാർട്ട്. ഇൻഷാല്ലാ ഇനി അങ്ങോട്ട് എന്തായാലും എല്ലാവർക്കും ഈ ഒരു കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് അറിയും. ഓൾറെഡി സ്പ്രെഡ് ആവുന്നുണ്ട്. ട്രെയിനിങ് ഇല്ലാണ്ട് എവിടെയും പണിക്ക് നിങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് കുട്ടികൾ കയറും. അപ്പം ചിലപ്പോ റിസക്ക് കുറെ ആൾക്കാർ വരാനുണ്ടാവും കേട്ടോ. സംഭവം എന്താ അറിയോ, വന്ന കുട്ടികളെല്ലാം ചെറുകുന്ന് ഭാഗം, ഒരാളും മട്ടന്നൂര് ഭാഗത്തുനിന്നില്ല. എന്താ അമ്മോ? പിന്നെ നീ എവിടുന്ന? ശ്രീകണ്ഠപുരത്തുനിന്നല്ലേ? ഒരു കുട്ടി വളരെ ദൂരത്തുനിന്ന് എത്തുന്നു. അവളെ സ്ഥിതി ആലോചിച്ചൊക്കെ. ട്രാവലിംഗാ, ദിവസം ട്രാവലിംഗ് അവള്. നീ എപ്പോ ട്രെയിനിലാ വന്നേ? പിന്നെ ബസ്സിലാ? നീ എത്ര മണിക്ക് ഇറങ്ങി? 7:00.
നിന്റെ ഒപ്പരം കൂടാൻ ആരുമില്ല, ഫ്രണ്ട്സ് ആരുമില്ല. രക്ഷയെ കയറിയ നന്നായി. എന്തിനാ കയറിയത്? കുട്ടി എന്താ ചെയ്യാന്? ACCA കംപ്ലീറ്റ് ആക്കിയിട്ട് വീണ്ടും കോഴ്സ് കൊടുത്ത് പൈസ കൊടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൾറെഡി പറഞ്ഞു, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ യൂസേഴ്സ് ഓഫ് FS. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താണ്? ആരാണോ FS യൂസ് ചെയ്തിട്ട്, നിങ്ങൾക്ക് ഓഡിബിൾ അല്ലേ റിസ, ഫാത്തിമ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആരാണോ FS യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ FS യൂസ് ചെയ്തിട്ട് ആരാണോ ഡിസിഷൻസ് എടുക്കുന്നത്, അവരെയാണ് എന്ത് പറയുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് FS എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, ലെൻഡേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. ഇനി ഇവരൊക്കെ എങ്ങനെയാ യൂസ് ചെയ്യുന്ന പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരും ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരും. ഓക്കെ, ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഫിറ്റ് എത്ര ആക്കുന്നതെന്ന് അറിയണം അല്ലെ? എന്തിനു വേണ്ടിയിട്ട് അത്ര ആക്കുന്നതെന്ന് അറിയുന്നത്, ഇവർ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അത്ര ഇവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ തിരിച്ചിട്ട്. അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സെക്യൂരിറ്റി എന്ത് ചെയ്യും? അവരെന്തായാലും FS നോക്കിയിട്ട് തീരുമാനിക്കും അല്ലെ? ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ ചെയ്യും? എന്തുകൊണ്ട് പ്രോഫിറ്റ് ആക്കുന്നില്ല അല്ലെ? നമ്മൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്താ പ്രോഫിറ്റ് ആക്കാത്തത്? ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ എന്ത് തീരുമാനിക്കും? ഈ കമ്പനി പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ഇൻവെസ്റ്റ് ചെയ്യില്ല. പക്ഷെ FS നോക്കിയിട്ട് കമ്പനി പ്രോഫിറ്റബിൾ ആണ്, അവരെന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. സിമ്പിൾ. അടുത്തത്, എന്തൊക്കെ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് ആര് നോക്കും? ഇൻവെസ്റ്റേഴ്സും പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും നോക്കും. ഒരു കമ്പനീന്റെ പോക്ക് ശരിയല്ല, ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യും അല്ലെ? പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് മൂവ് ഓൺ ചെയ്യും അല്ലെ? ഓൺലൈനിലുള്ള ആൾ ഉറങ്ങല്ലേ? ഉറങ്ങല്ലേ? ഇനി എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ സോൾവെൻസി. സോൾവെൻസി എന്ന് വെച്ചാൽ എന്താ? സോൾവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ശരിക്കും നമ്മൾ പറയുന്നതിൽ സോൾവ് ചെയ്യാൻ എന്താ? പരിഹാരം കാണണം അല്ലെ? പക്ഷെ ബിസിനസ്സിൽ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ സോൾവെൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കടം മേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റിയാണ്. അതിനാണ് എന്ത് പറയുന്നത്? സോൾവെൻസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം എന്തൊക്കെ നമുക്ക് FS നോക്കിയിട്ട് ഈ ഒരു കമ്പനിക്ക് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടോ, കടം വാങ്ങിച്ചതൊക്കെ ഇവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? FS നോക്കിയിട്ട് തീരുമാനിക്കും. അപ്പൊ അഥവാ കഴിവില്ലെങ്കിൽ ആ കമ്പനിയിൽ എന്തുണ്ടാവും? നിലനിൽപ്പിന് പ്രശ്നം ഉണ്ടാവും അല്ലെ? ചിലപ്പോൾ കമ്പനി പൂട്ടി പോണ്ടി വരും, ബാങ്ക്രപ്റ്റ് ആയിട്ട് പോണ്ടി വരും. അപ്പൊ ആർക്കാണ് നഷ്ടം ഉണ്ടാവുക? ഇൻവെസ്റ്റേഴ്സിന് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? FS ഇടയ്ക്കിടെ എടുത്തു നോക്കും. ക്ലിയർ അല്ലേ? അടുത്തത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡ് പെൻഷൻ ഫണ്ട്സ് ആൻഡ് യൂണിറ്റ് ട്രസ്റ്റ്. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാന്ന് വിചാരിക്കും, നമ്മളൊരു കമ്പനീനെ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മൾ നാനാ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഫണ്ട്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരെയാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു കമ്പനിയിലെ എംപ്ലോയീസ്, അവർക്ക് തിരിച്ചെന്ത് കിട്ടും? കുറേ വർഷം വർക്ക് ചെയ്ത് എന്ത് കിട്ടും? പെൻഷൻ കിട്ടും അല്ലെ? അപ്പൊ ഭാവിയിൽ അവരെ പെൻഷൻ കിട്ടുന്ന അവർക്ക് എന്ത് വേണം? ഉറപ്പ് വേണം അല്ലെ? ഭാവിയില് അവര് പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പ് വേണ്ടേ? ഒരു കമ്പനി പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടുമോ? ഇല്ല. അപ്പൊ അവരൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പെൻഷൻ ഫണ്ട്സ് ഒക്കെ കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യും? FS നോക്കിക്കൊണ്ടേ നിൽക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇൻവെസ്റ്റേഴ്സ് എന്താണ് നോക്കുക? ഇവർക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് ബാക്കി ഉണ്ടാവുമോ? ഓക്കെ, ഇവർക്കൊക്കെ സാധനങ്ങൾ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഉണ്ടാവുമോ ഇല്ലയോ? ഇതൊക്കെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ് നോക്കും. ക്ലിയർ അല്ലേ? സെക്കൻഡ് സ്റ്റേക്ക് ഹോൾഡർ, എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സ്. ഇനി ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ കാലാകാലം ഒരു സാലറിയിൽ വർക്ക് ചെയ്യും ഇല്ല, അവർക്ക് എന്തായാലും എന്ത് വേണ്ടി വരും? മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് റേസ് വേണം അല്ലെ? പ്രൊമോഷൻ കിട്ടണം അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? FS നോക്കും. അപ്പൊ FS ഭയങ്കര പ്രോഫിറ്റ്സിലാണ് കമ്പനി നീങ്ങുന്നത്, പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല? ഇവരുടെ റേസ് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? എന്താണ് എയിം ചെയ്യുക? എനിക്ക് ഈ പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള എന്ത് ചെയ്യും? എയിം ചെയ്യും അല്ലെ? ആ പ്രോഫിറ്റ് ഇവർക്ക് എങ്ങനെയാ കിട്ടുക? റേസിലൂടെയാണ് അല്ലെ? അവരുടെ സാലറി കൂട്ടി കൊടുക്കുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിലൂടെയാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ഈ FS നോക്കും. ക്ലിയർ അല്ലേ?
രണ്ടാമത്തത് സീനിയർ മാനേജ്മെന്റിന് ഈ സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സീനിയർ മാനേജേഴ്സ് ഒരിക്കലും എന്തില്ല, റേസ് ഇല്ലാണ്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യില്ല. കാരണം എന്താ, അവർക്ക് അത്രയും അതോറിറ്റി ഉണ്ട്, അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. റേസ് കിട്ടാത്ത കമ്പനിയാണെങ്കിൽ എന്ത് ചെയ്യും, അവർ സ്വാഭാവികമായി ഇവിടുന്ന് ഇറങ്ങും അല്ലെ. അപ്പൊ സീനിയർ മാനേജേഴ്സ് കണ്ടിന്യൂസ്ലി, ഈവൻ ലോവർ ലെവൽ മാനേജേഴ്സ് എപ്പെങ്കിലും എടുക്കുള്ളൂ, പക്ഷെ സീനിയർ ലെവൽ മാനേജേഴ്സ് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, FS റെഫർ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താ, അവർക്ക് ബോണസ് കിട്ടണം, അവർക്ക് എന്ത് കിട്ടണം, സാലറി റേസ് കിട്ടണം. ക്ലിയർ അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവര് യൂസ് ചെയ്യും. അടുത്തത് എന്താണ്, കമ്പനിയുടെ ഉള്ളിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ടാവും അല്ലെ. കമ്പനിയുടെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും, പല ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിലെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവും. അതായത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര പെർഫോമൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇത്ര പെർഫോമൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റ് എത്ര ഇൻകം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, ഇവർക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എംപ്ലോയീസ് FS യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഇവിടെ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടോ? ഇതിന് കെപ്ലാൻ എന്ന് പറഞ്ഞിട്ട് കെപ്ലാൻ BPP ഈ 2 ടെക്സ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതില് എല്ലാ ലെസണും ഞാൻ ഇതുപോലെ കുഞ്ഞി PDF ആക്കിയിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ. പിന്നെ 2 ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഒന്നിക്ക് എന്ത് ചെയ്യാം, ഫിസിക്കലി ബുക്ക് പൈസ കൊടുത്ത് വാങ്ങാം, ഇവിടുന്ന് വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പൈസ സേവ് ചെയ്തിട്ട് എന്താണ് PDF ആയിട്ട് എടുക്കാം. നിങ്ങളുടെ വിഷാണ്. അല്ല, റിസ അവിടെ പോയി. സ്റ്റക്ക് ആവുന്നുണ്ടെന്നാ? റിസ, നിങ്ങക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല? റിസ, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല? ജോയിൻ ചെയ്ത്. ഓക്കെ ഓക്കെ. ഇവിടുത്തെ നെറ്റിന്റെ പ്രശ്നല്ലേ? എന്റെ നെറ്റിന്റെ നെറ്റെല്ലാം ശരിയാക്കണം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നെറ്റെല്ലാം റെഡി ആക്കണേ. അതിൽ ആപ്പിൽ കാണുന്നോണ്ട് വേഗം തീരുന്നു. ടാബ്ലറ്റ് ഒന്നും ഇല്ല? ഇല്ലില്ല, റേഞ്ച് പോകുന്നുണ്ടാ? വീട്ടിൽ വൈഫൈ ഇല്ല? ഇല്ല, ഫോണിന്റെ വൈഫൈ എടുക്കുന്നേ. ജിയോന്റെ ഉണ്ടല്ലോ ഒരു 400, അങ്ങനെ എന്തോ ഒരു പ്ലാൻ ഉണ്ടല്ലോ. ഉണ്ട്, ഫുള്ള് ഉണ്ട്. ഇന്ന് രാവിലെ എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ അടുത്ത എന്താണ്, ലെൻഡേഴ്സ് ആണ്. ലെൻഡേഴ്സ് ആരാ, നമുക്ക് കടം തരുന്ന ആൾക്കാർ. കടം തരണമെങ്കിൽ എന്താ അറിയണം, നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയണം. അപ്പൊ അവരെന്ത് ചെയ്യും, നമ്മൾ FS നോക്കിയിട്ട് നമ്മൾ തിരിച്ച് സോൾവൻസി കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെന്ന് എന്ത് ചെയ്യും, അവര് നോക്കും. സ്വാഭാവികമായിട്ട് അവർ നോക്കും. അപ്പൊ അതിനാണ് ലെൻഡേഴ്സിന്. ഓക്കെ. ഇനി ലെൻഡേഴ്സ് തന്നെ ചില സമയത്ത് നമ്മൾക്ക് പൈസ കടം തരുമ്പോൾ അവരെന്ത് ചെയ്യും, സർട്ടൻ അസറ്റ്സ് ഒക്കെ സെക്യൂരിറ്റി ആയിട്ട് കീപ്പ് ചെയ്യാൻ. അപ്പൊ ഏത് അസറ്റ് വേണം തീരുമാനിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും, FS നോക്കിയിട്ട് തീരുമാനിക്കും. മനസ്സിലായോ? പണയം വെക്കുന്നതെന്ന് അറിയുന്നില്ലേ, അതല്ല സംഗതി. അസറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്, ആധാരം പണയം വെക്കുന്നതിനും പറ്റും. അതല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത് ഗവൺമെന്റ് ഏജൻസീസ് ആണ്. ഗവൺമെന്റ് എന്ത് ചെയ്യും, ടാക്സ് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മളെ ബിസിനസ്സിലെ റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ട് തീരുമാനിക്കും. അടുത്ത ആൾക്കാരാണ് സപ്ലയേഴ്സ് ആണ്. നിങ്ങളൊരു മെയിൻ തിങ് അറിയണം, ബിസിനസ് ഒരിക്കലും നമ്മൾ ഫുൾ ക്യാഷ് കൊടുത്തിട്ട് നടത്തില്ല. നമ്മളിപ്പം നമ്മളെ സപ്ലയേഴ്സിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ അവർക്ക് ഫുൾ പേയ്മെന്റ് നടത്തൂല. അതേപോലെ തന്നെ നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫുൾ പേയ്മെന്റ് സ്വീകരിക്കുകയും ചെയ്യില്ല. കാരണം എന്താ, ഒരു ക്രെഡിറ്റ് സിസ്റ്റം എന്തായാലും വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാലും മാത്രമാണ് ബിസിനസ് നല്ല സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ അല്ലെ. അപ്പൊ സപ്ലയേഴ്സ് നമുക്ക് കടത്തിന് സാധനം തരണമെങ്കിൽ അവർക്ക് എന്ത് ഉറപ്പാണ്, നമുക്കത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഉറപ്പാണ് അല്ലെ. കപ്പാസിറ്റി ഉണ്ട് എന്ന് എങ്ങനെ തിരിയാ, നമ്മുടെ ബിസിനസ്സിൽ അത്യാവശ്യം അസറ്റ്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ ബിസിനസ് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ അവരെന്ത് ചെയ്യും, നമ്മളുടെ FS അവര് റെഫർ ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്ത ആരാണ്, കസ്റ്റമേഴ്സ് ആണ് അല്ലെ. ഇനി കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ലോങ് ടേം കസ്റ്റമേഴ്സ് ആണ്. അതായത് ചിലപ്പോൾ നമ്മൾ ഒരു റോ മെറ്റീരിയൽ എടുക്കുന്നത് ഒറ്റൊരു സപ്ലയർ എടുക്കുന്നതായിരിക്കും. അപ്പൊ അയാൾ എപ്പോഴും ഉണ്ടാവും നമുക്ക് ഉറപ്പ് വേണ്ടേ.
എന്നാലല്ലേ നമുക്ക് ഇതേ എമൗണ്ടിൽ നമുക്ക് സാധനം വിൽക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ സപ്ലയേഴ്സിന്റെ FS നോക്കും അല്ലെ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, നമ്മളാണ് സപ്ലയർ എങ്കിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ FS നോക്കും. മനസ്സിലായോ? അതായത് ലോങ് ടേം ബെനിഫിറ്റ് ആയിട്ട് ഈ ഒരു കമ്പനി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അടുത്ത ആരാണ്? പബ്ലിക് ആണ്. ഇനി പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അതായത് നമ്മളെ കമ്പനി ഒരു പബ്ലിക് കമ്പനിയാണ്. പബ്ലിക്കിന്റെ ഷെയർസ്, കുറെ ആൾക്കാരെ ഷെയർസ്, നമുക്കിപ്പം റിലയൻസ് ഒന്നും പോയിട്ട് നമുക്ക് ഷെയർസ് വാങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് ടാറ്റന്റെ ഷെയർസ് ഒന്നും വാങ്ങാൻ കഴിയില്ല. കാരണം എന്താ, അത് പ്രൈവറ്റ് കമ്പനിയാണ്. ഓക്കെ, പക്ഷേ നമ്മളെ ഷെയർസ് പബ്ലിക്ലി അവൈലബിൾ ആണ്. ആർക്കും വേണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റേർഡ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നറിയോ? എടോ, ഒരു കമ്പനി ക്യാപിറ്റൽ എങ്ങനെ ഉണ്ടാക്കുന്നു? വലിയൊരു ക്യാപിറ്റൽ, ഒരു 1 crore ക്യാപിറ്റൽ നിങ്ങൾ ചിന്തിക്കാം. ഈ 1 crore എന്ത് ചെയ്യും? ഫാത്തിമ പോയി. ഈ 1 crore എന്ത് ചെയ്യും? നമ്മൾ സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സ്മോൾ യൂണിറ്റ്സ് എന്ത് ചെയ്യും? ആൾക്കാർ വാങ്ങും. അതിനെയാണ് ഷെയർസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഷെയർസ് എന്താണ്? സ്മോൾ യൂണിറ്റ്സ് ആണ്. ആ കിട്ടുന്ന പൈസക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ എന്തായി? ഷെയർ ക്യാപിറ്റലായി. അപ്പൊ ഈ ഷെയർസ് ആരാ വാങ്ങുന്നത്? പബ്ലിക്കാ വാങ്ങുന്നത് അല്ലെ? അപ്പൊ പബ്ലിക് എന്ത് ചെയ്യും? നമ്മളുടെ FS എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. ക്ലിയർ അല്ലേ? ആരാണ് ഇനി ഭാവിയിൽ വാങ്ങുകയും ചെയ്യാം? പബ്ലിക് തന്നെ. ക്ലിയർ അല്ലേ? അപ്പൊ പബ്ലിക്കിന് എപ്പോഴും, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ ഒക്കെ കേസിൽ എപ്പോഴും നമ്മളുടെ FS റെഡിലി അവൈലബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ വേറൊരു കാര്യത്തിനും കൂടി പബ്ലിക് നമ്മളെ FS നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ എൻവയറമെന്റൽ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കമ്പനി എത്രത്തോളം എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആണ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ കമ്പനി എത്രത്തോളം പബ്ലിക്കിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പബ്ലിക് FS റെഫർ ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്തത് മാനേജ്മെന്റ്. അടുത്തത് ഇതിലുള്ളതല്ല, പക്ഷെ അഡീഷണലി പറയുന്നത്. ആ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താ വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് നമുക്കിപ്പം നമ്മളൊരു കമ്പനി തുടങ്ങി, നമുക്ക് ഡയറക്ട്ലി പോയിട്ട് എന്ത് ചെയ്യാനില്ല, എല്ലായിടത്തും പൈസ വാങ്ങാനില്ല. അതെന്തായാലും വലിയ കോസ്റ്റ് ഉണ്ടാവും. ചിലപ്പം വിചാരിച്ച പോലെ ആൾക്കാർ എന്ത് ചെയ്യണമെന്നില്ല, നമ്മളെ കമ്പനിയിൽ ഷെയർസ് വാങ്ങണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു മീഡിയേറ്റർ എടുക്കും. ആ മീഡിയേറ്റർ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെബി, ഇന്ത്യയിലാണെങ്കിൽ സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇവർക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കമ്പനിയുടെ ഷെയർസ് കൊടുക്കും. എന്നിട്ട് അവരോട് എന്ത് പറയും? നിങ്ങൾ പബ്ലിക്കിന് ഇത് വിറ്റോ എന്ന് പറയും. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മളുടെ ബിഹാഫില് നമ്മളുടെ ഷെയർസ് പബ്ലിക്കിന് വിൽക്കും. നല്ല മാർക്കറ്റിംഗ് എല്ലാം ആക്കിയിട്ട് വിൽക്കും. വിറ്റ് കഴിഞ്ഞാൽ അവർ ബ്രോക്കർ ഫീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ ചാർജ് ചെയ്യും. പക്ഷെ നമുക്ക് എന്താണ് കിട്ടുക? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. മനസ്സിലായോ? ഈ ഒരു സിസ്റ്റം ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ്. അത് നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഒന്നും അറിയണ്ട, അടുത്ത ലെവലിൽ വേണം. ഈ ലെവലിൽ ഇത്ര അറിഞ്ഞാൽ ജസ്റ്റ് സ്മോൾ ഇൻഫർമേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഷെയർസ് അങ്ങനെ ഉള്ളതുകൊണ്ട് പബ്ലിക്ലി എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ FS അവൈലബിൾ എപ്പോഴും ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി ഈ കാറ്റഗറിയിൽ നിന്നും വരാണ്ട് ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നതാണ്, മാനേജ്മെന്റ് FS യൂസ് ചെയ്യും. എന്തിനാണ്? ഡിസിഷൻ മേക്കിങ്ങിനാണ്. ക്ലിയർ അല്ലേ? അതേപോലെ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ FS യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? അവരെത്ര പ്രോഫിറ്റ് ആക്കുന്നുണ്ട്, അവർക്ക് എത്രയാണ് അസറ്റ്സ് ലയബിലിറ്റീസ് ഉള്ളത്, ഇതൊക്കെ ചിക്കി ചെയ്യാൻ അന്വേഷിക്കൂലേ അപ്പുറത്തെ വീട്ടിലാണ്. അതുപോലെ. ക്ലിയർ അല്ലേ? റിസ, ഫാത്തിമ അവിടെ പോയ? റിസിയും ഇല്ല അവിടെ? എടോ, ഓ അങ്ങനെ. ഓക്കെ ഓക്കെ, റെക്കോർഡിങ്സ് ഉണ്ടാവും. അവളോട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. കേട്ടോടോ? ആ, ഫാത്തിമാന്റെ നമ്പർ ഒന്നും കൂടി അയക്കണേ. എൻ്റെ അടുത്ത് പോയി. നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യണേ. FAന്റെ ഗ്രൂപ്പില് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മള് എന്താണ് യൂസേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് FS കൊടുക്കുന്നത്, അല്ലെങ്കിൽ FS എന്തിനു വേണ്ടിയിട്ടാണ് യൂസേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ്? അവർക്ക് റെലവെന്റ് ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻ കിട്ടണം. അതായത് യൂസ്ഫുൾ ആയിട്ടുള്ളതും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ അവർക്ക് കിട്ടണം. രണ്ടാമത്തത് മാനേജേഴ്സിന് ഉത്തരവാദിത്തം കൊടുക്കണം. അതായത് ഈ ഒരു കമ്പനി മോശമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്, അത് ആരുടെ കാരണമാണ്? മാനേജ്മെന്റ് കാരണമാണ്. കാരണം അവരുടെ വർക്കിംഗ് ശരിയില്ലാത്തത് കാരണമാണ് എന്ത് ചെയ്തത്? കമ്പനി നഷ്ടത്തിലേക്ക് പോയത്. അപ്പൊ മാനേജ്മെന്റിനെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? FS യൂസ് ചെയ്യും. പിന്നെന്താണ്?
നമ്മളെ കമ്പനിയിൽ ഇനി എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ്സ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവെസ്റ്റ്മെന്റ്സ് വേണം, അല്ലെങ്കിൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എന്തെങ്കിലും കുറക്കണം, അതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, FS യൂസ് ചെയ്യും. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത്, ഇത് തിയറി ക്വസ്റ്റൻ ആയിട്ട് MCQs ആയിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റത്തെ ക്വസ്റ്റൻ നോക്കുക, ടെസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡിംഗ് 1. ഇതൊരു ജസ്റ്റ് ഒരു ബേസിക് ഫോമാറ്റ് ആണ്. Which of the following users do you think require the most detailed financial information to be made available to them? നോക്ക്, കോമ്പറ്റീറ്റേഴ്സിനാണോ, മാനേജ്മെന്റ് ഓഫ് ബിസിനസിനാണോ, ട്രേഡ് യൂണിയൻസിനാണോ, ഇൻവെസ്റ്റേഴ്സിനാണോ? ഈ നാലാളില് ഏറ്റവും മോസ്റ്റ് ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആയിരിക്കാം വേണ്ടത്. മാനേജ്മെന്റ്. എന്തുകൊണ്ടാ മോസ്റ്റ് ഡീറ്റെയിൽഡ്? ബാക്കി എല്ലാവരും പുറത്തുനിന്നേ നോക്കൂ, പുറത്തുനിന്ന് മാത്രമേ നോക്കൂ. പുറത്തുനിന്ന് മാത്രം നോക്കുന്ന ഡീറ്റെയിൽഡ് ആവോ? ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. പുറത്തുനിന്ന് മാത്രം നമ്മൾ ഒരു സാധനം നോക്കി, അത് ഡീറ്റെയിൽഡ് ആവോ ഇല്ലയോ? അത് ഡീറ്റെയിൽഡ് ആണോ അല്ലയോ എന്ന് പറയാം. നമ്മളിപ്പോ ഒരു FS കിട്ടി, ബാലൻസ് ഷീറ്റ് കിട്ടി, അത് നോക്കി, അത് ഡീറ്റെയിൽഡ് ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ FS ഡീറ്റെയിൽഡ് ആണോ? അല്ല. പക്ഷെ നമ്മൾ ചിക്കിച്ചെയ്യുന്ന ഉള്ളിലേക്ക് നോക്കിയത്, ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്താണ്, അത് നമ്മൾ എവിടുന്ന വാങ്ങുന്നത്, ഇതൊക്കെ നോക്കിയത്, അതിനാണ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. വെറും ഡീറ്റെയിൽഡ് അല്ല, ക്വസ്റ്റൻ തന്നെ പറയുന്നത് മോസ്റ്റ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ അത് ആർക്കായിരിക്കും വേണ്ടി വരിക? മാനേജ്മെന്റിനാണ്. വേറെ ആർക്കും അത് വേണ്ട. നിങ്ങൾ പ്രൊഡക്റ്റ് എവിടുന്നൊക്കെ വാങ്ങാൻ പറ്റും, എത്രയൊക്കെ കോസ്റ്റ് ഉണ്ടാവും, അങ്ങനെയൊന്നും ആര് ചോദിക്കൂല. കോമ്പറ്റീറ്റേഴ്സ് ചോദിക്കൂല, ട്രേഡ് യൂണിയൻസ് ചോദിക്കൂല, ഇൻവെസ്റ്റേഴ്സ് ചോദിക്കൂല. പക്ഷെ ആര് ചോദിക്കും? മാനേജ്മെന്റ് ഓഫ് ദി ബിസിനസ്. കാരണം അവർക്ക് അത് അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ബിസിനസ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? റിസ കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ക്ലിയറാ, കേൾക്കുന്നുണ്ട്. ഉറങ്ങരുതേ. ഇല്ല. എനി ടൈപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി. നമ്മൾ പഠിക്കാൻ 3 എൻറ്റിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഒന്ന് സോൾ ട്രേഡർ. സോൾ ട്രേഡർ എന്ന് വെച്ചാൽ എന്താ? സോൾ, ഒരാൾ മാത്രമുള്ളത്. രണ്ടാമത്തത് പാർട്ട്ണർഷിപ്പ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത്. മൂന്നാമത്തത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്, കുറെ ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനീസ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് വണ് പറയാ, സോൾ ട്രേഡർ എന്താണ്? സോൾ ട്രേഡർ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ആണ്. അത് ആരാണ് ഓൺ ചെയ്യുന്നത്? ഒറ്റൊരാൾ. ഞാനിപ്പോ ഒരു ബിസിനസ് തുടങ്ങിയാൽ ഞാൻ ആരാണ്? സോൾ ട്രേഡർ ആണ്. ഞാൻ വേറെ ഒരാളെയും കൂട്ടുന്നില്ല, ഞാൻ ഒറ്റക്ക് തുടങ്ങി, വേറെ ഒരാളെയും കൂട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആരാ? സോൾ ട്രേഡർ ആണ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ സോൾ ട്രേഡർ ആണെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും എന്റെ ബിസിനസ്സിന് ലയബിൾ ആവും. എന്റെ ബിസിനസ്സിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് വന്നാൽ ആരുടെ മുകളിലാണ്? എന്റെ മുകളിലാണ്. അപ്പം എന്റെ ബിസിനസ്സും ഞാനും തമ്മിൽ എന്തില്ല? ഒരു ലീഗൽ സെപ്പറേഷൻ ഇല്ല. മനസ്സിലായ? ഞാനിപ്പോ ഒരു ഹോട്ടൽ ബിസിനസ്സാണ്. കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്തു? ഫുഡ് പോയിസൺ ആയി. ആരാ ഉത്തരവാദി? ആരുടെ മുകളിലെ കേസ് പോവാം? കമ്പനിയുടെ മുകളിലല്ല, ഡയറക്ട്ലി എന്റെ മുകളിലാണ് കേസ് പോവാം. മനസ്സിലായ? ഓക്കെ. അപ്പം ലീഗലി എന്തില്ല? സെപ്പറേഷൻ ഇല്ല ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ്, സോൾ ട്രേഡറിന്റെ കേസിൽ. ക്ലിയർ അല്ലേ? അടുത്തത്, പ്രോഫിറ്റോ ലോസോ ഉണ്ടായ എല്ലാവർക്കാണ്? എനക്കാണ്. പ്രോഫിറ്റ് ഉണ്ടായാലും എൻജോയ് ചെയ്യുന്നത് ഞാനാണ്, ലോസ് ആയിക്കഴിഞ്ഞാൽ ബെയർ ചെയ്യുന്നതും ആരാണ്? ഞാനാണ്. ക്ലിയർ അല്ലേ? കാരണം എന്താ? ഒരാളേ ഉള്ളൂ, വൺ മാൻ ആർമി. ക്ലിയർ അല്ലേ? ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കേസിലാണെങ്കിലോ സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഞാൻ തന്നെ ഇടും, ഞാൻ തന്നെ എന്ത് ചെയ്യും? അതിൽ നിന്ന് എടുക്കും. ക്ലിയർ അല്ലേ? അടുത്തെന്താണ്? നമ്മൾ എത്രത്തോളം ക്യാപിറ്റൽ ഇടുന്നോ, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ എത്രത്തോളം പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടോ, അത്രത്തോളം എന്ത് ചെയ്യും? ക്യാപിറ്റൽ കൂടി കൂടി പോകും. നിങ്ങളല്ല, റിസ 11th എന്ത് ചെയ്തിട്ടുണ്ട്? 11th സോൾ ട്രേഡർ സംഭവം പഠിച്ചിട്ടില്ലേ? അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടി എവിടെ ആഡ് ചെയ്യാം? ബാലൻസ് ഷീറ്റിൽ അല്ലേ? ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യാം. സെയിം ലോജിക്ക്. അതായത് എത്രത്തോളം ക്യാപിറ്റൽ കൂടുന്നുണ്ടോ എനിക്കാണ്. എത്രത്തോളം ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ ആ ക്യാപിറ്റലിന്റെ കൂടെ പോകും. ലോസ് ഉണ്ടാക്കുന്നുണ്ടോ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പം ഡയറക്ട്ലി എന്താണ് എഫക്ട് ചെയ്യുന്നത്? ക്യാപിറ്റലാണ് എഫക്ട് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എവിടെയാണ്? ഡയറക്ട്ലി ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യും. അടുത്തത് എന്താണ്? എനിക്ക് എന്റെ ബിസിനസ് ആണ്, ഞാൻ മാത്രമേ ഇടുന്നുള്ളൂ, എനിക്ക് എന്താവാം? തോന്നും പോലെ പൈസ വലിക്കാം. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് പാർട്ട്ണർഷിപ്പ് ആണ്. സപ്പോസ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ബിസിനസ്സിലുണ്ട്.
ഒന്നിൽ കൂടുതൽ ആൾക്കാർ എന്തുണ്ട്, ബിസിനസ്സിലുണ്ട്. ഇവരൊക്കെ ഷെയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആക്കുന്നതും. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി പാർട്ട്ണർഷിപ്പില് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇനി ഇവിടെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ അധികം കേൾക്കുന്ന കാര്യമാണ് ലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി. എന്താ സംഭവം എന്ന് വെച്ചാ, സപ്പോസ് നിങ്ങൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോയി, എന്തോ കാരണം കൊണ്ട് നിങ്ങൾക്ക് വെറും ലോസ് ആണ് കിട്ടുന്നത്, നിങ്ങൾ ബാങ്ക്രപ്റ്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മേടിച്ച ആളടുത്തെല്ലാം പൈസ തിരിച്ചു കൊടുക്കണം അല്ലെ? അവിടെയാണ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി അൺലിമിറ്റഡ് ലയബിലിറ്റിന്റെ ആ ഒരു ടേം വരുന്നത്. സപ്പോസ് നിങ്ങൾ ലിമിറ്റഡ് ലയബിലിറ്റി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം മാത്രമാണ് നിങ്ങൾ കടം വീട്ടേണ്ടതുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ബിസിനസ്സിൽ കയറിയിട്ട് കുറെ പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫില കയറിയിട്ട് എന്ത് ചെയ്തു, ഒരു 1 lakh rupees ആണ് നീ ഫസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പൊ ബിസിനസിന്റെ ഭാവിയിൽ ബാങ്ക്രപ്റ്റ് ആയിട്ട് കടങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരുമ്പോ നീ എത്രയേ കൊടുക്കുള്ളൂ, ആ 1 lakh വരെ കൊടുക്കുള്ളൂ. മനസ്സിലായോ? അതിനാണ് എന്ത് പറയുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഡിസ മനസ്സിലായിനാ? മനസ്സിലായി. ഇനി സപ്പോസ് കടം വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം, ഉള്ള പൈസയും കൊടുക്കണം, നിന്റെ സ്വത്തും മുതലും പേഴ്സണൽ അസറ്റ്സ് വിറ്റിട്ട് എന്ത് ചെയ്യണം, പൈസ അടച്ചു വിട്ടണം. അങ്ങനെയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഹംന ഓക്കെ അല്ലേ? അപ്പൊ അതിനാണ് എന്താ പറയുന്നത്, ലിമിറ്റഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ എന്താണ്, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. സോൾ ട്രേഡറിന്റെ കേസിൽ എന്താണ്, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇല്ലല്ല, ക്യാബിനിലുണ്ടോ? സോൾ ട്രേഡറിന്റെ കേസിലും എന്താണ്, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതായത് കടം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിസിനസ് കൂട്ടുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, പേഴ്സണൽ അസറ്റ്സ് വിറ്റിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, പൈസ കൊടുത്ത് തീർക്കണം. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. Capital structure includes a capital account and a current account for each partner. Capital structureൽ 2 അക്കൗണ്ട്സ് വരും. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലേ, ഒരു ആള് ബിസിനസ്സിലേക്ക് ഇടുന്ന പൈസ, ഒരു ഓണർ ഇടുന്ന പൈസ അല്ലെ? പക്ഷെ പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ അത് 2 അക്കൗണ്ടിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ടാമത്തത് കറണ്ട് അക്കൗണ്ട്. നിങ്ങൾ ട്രെയിനിങ്ങിന്റെ സമയം കൂടുതൽ അതിനെപ്പറ്റി പഠിക്കും. നമുക്ക് ACCA അത് കൂടുതൽ പഠിക്കുന്നില്ല. ട്രെയിനിങ്ങിന്റെ ടൈം നിങ്ങൾ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ബേസിക്കലി ഇതാണ് ഡിഫറൻസ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 year എന്നുള്ള ആ ഒരു പെർമനന്റ് ബേസിസിലാണ് ഉണ്ടാവുക. കറണ്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 year. അതാണ് ലോജിക്ക്. മനസ്സിലായോ? അപ്പൊ ഒരു പാർട്ട്ണറിന് 2 അക്കൗണ്ടും ഉണ്ടാവും, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ടാവും, കറണ്ട് അക്കൗണ്ടും ഉണ്ടാവും. ഇക്കൊല്ലത്തെ ട്രാൻസാക്ഷൻസ് മൊത്തം കറണ്ട് അക്കൗണ്ടിലേക്ക് ഇടും. പെർമനന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടിലിടും. മനസ്സിലായോ? അതാണ് ബേസിക്കലി ഡിഫറൻസ്. നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് ലോജിക് അറിഞ്ഞാൽ മതി. അഥവാ MCQs ടഫ് ആകാൻ ചാൻസ് കുറവാണ്. ടഫ് ആണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റണമെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ. അടുത്തത് എന്താണ് പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിലെ എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കും, അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കറണ്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ഫ്ലക്ച്വേറ്റിംഗ് എമൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ സാധനങ്ങളൊക്കെ ഒരു പാർട്ട്ണർ ജോയിൻ ചെയ്യുമ്പോൾ ലീവ് ചെയ്യുമ്പോൾ ആണ് എന്ത് ചെയ്യുക, നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? കറണ്ട് അക്കൗണ്ടിന്റെ കേസിലാണെങ്കിൽ ഒരു കൊല്ലത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രകാരം എന്ത് ചെയ്യും, കറണ്ട് അക്കൗണ്ട് അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കറണ്ട് അക്കൗണ്ടിൽ പാർട്ട്ണറുടെ പ്രോഫിറ്റ്, അക്കൊല്ലം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാവും. അതേപോലെ ഡ്രോയിങ്സ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് സോൾ ട്രേഡറിലും പാർട്ട്ണർഷിപ്പിലും നിങ്ങൾക്ക് ഡ്രോയിങ്സിന്റെ വകുപ്പുണ്ട്. അതായത് നിങ്ങൾക്ക് ഇട്ട പൈസ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ തിരിച്ചു വലിക്കും. ക്യാപിറ്റലിൽ നിന്ന് കുറയുന്നേ ഉള്ളൂ. ഓക്കെ. പക്ഷെ ആ ഒരു സാധനം എവിടെ ഇല്ല, കമ്പനീസിലില്ല. ഇട്ട തന്നെ, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വിഡ്രോ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിലേക്ക് നമ്മൾ വരുവാണേ. തേർഡ് ടൈപ്പ് ഓഫ് ബിസിനസ് എന്താണ്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്. ഇതാണ് നമ്മളുടെ ACCA ഫോക്കസ്. നമ്മൾ ഇതാണ് പഠിക്കുക. മുകളിലത്തെ 2 എണ്ണം നിങ്ങൾക്ക് ഈ ഒരു ലെസൺ പേർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് പേർപ്പസിന് വേണ്ടി പഠിപ്പിക്കുന്നതാണ്. നമ്മള്
കാര്യങ്ങൾ എപ്പോഴും എന്താണ് കമ്പനീസ് റിലേറ്റഡ് ആണ്. അപ്പൊ അടുത്ത നമ്മളുടെ മെയിൻ ടോപ്പിക് ആണ് എന്ത്? ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്. എന്തൊക്കെയാണെന്ന് നോക്കാലോ. പാർട്ട്ണർഷിപ്പിന്റെ കേസിലും ലീഗൽ സെപ്പറേഷൻ ഇല്ല. അതായത് എന്തെങ്കിലും പ്രശ്നം വന്ന ആരെ മുകളിലേക്കാ കേസൊക്കെ പോവാ? പാർട്ട്നേഴ്സിന്റെ മുകളിലാണ്, ഓണേഴ്സിന്റെ മുകളിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ആ ഒരു ഡിഫറൻസ്. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസിന്റെ കേസിൽ ഓണേഴ്സ് വേറെ, ബിസിനസ് വേറെ. മനസ്സിലായോ? ലീഗൽ സെപ്പറേഷൻ ഉണ്ട് എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, കൊക്കക്കോള കുടിച്ചിട്ട് ആർക്കും സുഖമില്ലാണ്ടായി വിചാരിക്കാം. കൊക്കക്കോളയുടെ ഓണേഴ്സിന്റെ മുകളിലല്ല കേസ് പോവാ, കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനിയുടെ മുകളിലാണ് കേസ് പോവാ. മനസ്സിലായോ? KFC തിന്നിട്ട് ഫുഡ് പോയിസണിങ് ആയെന്ന് വിചാരിക്കാം, ഓണേഴ്സിനെ പോയിട്ട് അറസ്റ്റ് ചെയ്യൂല. പകരം എന്താണ്, കമ്പനിക്ക് എന്ത് ചെയ്യും? സീസ് ചെയ്യും. ക്ലിയർ അല്ല? കമ്പനി കൂട്ടിയിടും. മനസ്സിലായോ? അപ്പൊ എപ്പോഴും അവിടെ എന്തുണ്ട്? ബിസിനസ് ഓണേഴ്സും കമ്പനിയും തമ്മിൽ ലീഗൽ സെപ്പറേഷൻ ഉണ്ട്. അതായത് കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ഇപ്പൊ ഞാൻ നിഹാല, എനിക്കൊരു പാസ്പോർട്ട് ഉണ്ട് അല്ലെ, എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. സെയിം വേ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടാവും, കമ്പനിക്ക് സെപ്പറേറ്റ് ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതിനാണ് ലീഗൽ സെപ്പറേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആണ്, അതുകൊണ്ട് എല്ലാവരും മനസ്സിലായില്ലെങ്കിൽ മാത്രമേ ഞാൻ മുമ്പോട്ട് നീങ്ങുന്നു. റിസ മനസ്സിലായോ? മനസ്സിലായി. മൂന്നാമത് മനസ്സിലായിനാ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ. സെക്കൻഡ് വൺ, ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും? അല്ല, കമ്പനിയിൽ എന്ത് വേണം? ക്യാപിറ്റൽ വേണം അല്ലെ? ക്യാപിറ്റൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വലിയൊരു എമൗണ്ട് സ്മോൾ യൂണിറ്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതാണ് എന്ത് ചെയ്യുക? ആൾക്കാർ വാങ്ങാം. ആ സ്മോൾ യൂണിറ്റ്സിനാണ് എന്ത് പറയുന്നത്? ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഷെയർസ് വാങ്ങുന്ന ആളെ എന്താ പറയാ? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. അപ്പൊ ഓണേഴ്സിന് എന്താ പറയാ? ഷെയർ ഹോൾഡേഴ്സ്. ഓണേഴ്സ് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇനി വരുന്ന ലെസൺസിൽ കേൾക്കും, ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. ക്ലിയർ അല്ലേ റിസ? ക്ലിയർ അല്ലേ? നിങ്ങൾ CBSE പഠിച്ച കുട്ടികളാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. FA ഭയങ്കര എളുപ്പമാണ്. CBSE പിള്ളേർക്ക് ഒന്നും നോക്കണ്ട, ബേസിക്കലി വെള്ളം പോലെ അങ്ങ് പഠിച്ചിട്ട് പോകും. കാരണം അവര് കമ്പനി അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് കേരള സിലബസ് കൊമേഴ്സ് എടുത്തിട്ട് വന്ന പിള്ളേർക്ക് ഇതൊരു ന്യൂ കോൺസെപ്റ്റാണ്. പക്ഷെ വേറെ ഒന്നുണ്ട്, CBSE പിള്ളേർ ആരും HSC എടുക്കുന്നില്ല. എന്താന്നറിയില്ല പ്രശ്നം. കഴിഞ്ഞ 26 കുട്ടികളിൽ വെറും 2 CBSE, ബാക്കി എല്ലാവരും കേരള സിലബസാണ്. CBSE പിള്ളേർക്ക് ഇതിനോടുള്ള അറിവും ഇല്ല, അവരെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുമില്ല. എന്താ സംഭവം എന്നറിയില്ല. നിങ്ങളെല്ലാം എങ്ങനെ HSC പറ്റി കേട്ടെ? കസിൻ വർക്ക് ചെയ്യുന്നുണ്ട്. നീ എങ്ങനെ കേട്ടാ? സ്കൂളിലും ഇതുപോലെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് ക്ലാസ് പഠിപ്പിക്കും. റിസ എങ്ങനെ കേട്ടെ? റിലേറ്റീവ്സ് എല്ലാം ഉണ്ട് വർക്ക് ചെയ്യുന്നത്. CBSEക്ക് അങ്ങനെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവരെ സ്കൂളിൽ നിന്ന് ഗ്രൂം ചെയ്യുന്നത് ഡിഗ്രി എടുക്കുക, എന്നിട്ട് HSC ഒക്കെ പോവാൻ. ഡിഗ്രി എടുത്തിട്ട് ഇപ്പൊ ഒരു ഉപകാരമില്ല, ആർക്കും മണി കിട്ടുന്നില്ല. എന്റെ കസിന് വെറും ഡിഗ്രി, അവൻ ചേർന്നത് വെറും 2500 സാലറി അതുപോലെ, വെറും 2500. ആടുന്ന് എനിക്ക് ഏറ്റവും ഉണ്ടാവില്ല. നേരെ മറിച്ച് HSCക്കാർക്ക് വലിയ സാലറി കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. HSCക്കാർ 2500 കയറിയാലും ഒരു കൊല്ലം കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോവാം. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് വേറെ അടുത്ത് കയറാം, അല്ലെങ്കിൽ അവരെന്നെ എന്ത് ചെയ്യും? നമ്മൾ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യും. അവരെ നമ്മൾ അവിടെ തന്നെ വെക്കൂല. പക്ഷെ BCom ഹോൾഡേഴ്സിന് ഇനി ബേസിക്കലി സ്കോപ്പ് ഇല്ലാണ്ടായി വരെ. കാരണം എല്ലാ ആൾക്കാർ തെച്ചില് BCom എടുക്കുന്ന ഒരു ഉപകാരമില്ല. അവരുടെ എല്ലാം സ്കോപ്പ് ഏകദേശം തീരുമാനമായി. പിന്നെ റെഗുലർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണിയില്ല, അവർക്ക് പണിയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ദുബായിലെല്ലാം നോർമലൈസ്ഡ് ആയി. HCA ഒക്കെ ഉള്ളവർക്ക് പണിയുള്ളൂ എന്നുള്ളത് ദുബായിലെല്ലാം നോർമലൈസ്ഡ് ആയി. പിന്നെ BCom പിള്ളേർക്ക് കയറാം. എവിടാന്നറിയാം? ചെറിയ കമ്പനീസ്, സൂപ്പർ മാർക്കറ്റ്സ്, ഈ ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ടാവില്ലേ, വലിയ ഔട്ട്ലെറ്റ്സ്, അവിടെ ഒക്കെ കയറാം. അല്ലാണ്ട് ആടെ കയറി കഴിഞ്ഞാൽ ആടെ തന്നെ നിൽക്കുകയുള്ളൂ. ആടുന്ന് അങ്ങോട്ട് പുരോഗമനം ഉണ്ടാവില്ല. എന്നിട്ട് എന്റെ കസിൻ ഇപ്പൊ CMA USA ചെയ്യാൻ നിൽക്കുന്നു. അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. CBSE നല്ല സ്കൂളിൽ പഠിച്ച് ഡിഗ്രിയും കുറെ പൈസ കൊടുത്ത് പഠിച്ച് ഉപകാരമില്ല. 2500 സാലറിക്ക് എത്ര കാലം പണിയെടുത്തിട്ട് എന്ത് കിട്ടാനാ? എന്നിട്ട് ഇപ്പൊ CMA USA ചെയ്യാൻ നിൽക്കുന്നു. അപ്പൊ ഫസ്റ്റിലേ പോയിട്ട് ഒന്നിനും കണിയണ്ട, പഠിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സാവാം.
കേട്ടാ. പിന്നെ ഇവിടുന്ന് തന്നെ പണിയെടുത്ത് 1.5 വർഷം എക്സ്പീരിയൻസ് ആക്കിയിട്ട് പോവാം. നീ വരുന്ന ഇവിടെ സ്കിൽ ലെവലില്? ഞാന് എനിക്ക് F3 എടുക്കാത്തോണ്ട് ഞാൻ സ്കില്ലൊന്നും നോക്കിയില്ല. ഇതെടുക്കാതാണ്. അന്നേരം അവിടുന്ന് എല്ലാം ബേസ് F3 ആണ്. നീ ഇവരപ്പുറം ഇന്ന ട്രെയിനിങ്ങിന് കയറിക്കോ, നോക്കിക്കോ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ട്രെയിനിങ്ങിന് വേറെ തന്നെ പാക്കേജ് ആയിട്ട് എടുക്കാം. നീ ഇവിടെ ജോയിൻ ചെയ്തോണ്ട് എന്തെങ്കിലും എനിക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തു തരും, ചോദിച്ചോ. ട്രെയിനിങ് ഇനി അല്ലാണ്ടൊന്നും നടക്കൂല, ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്തായാലും കിട്ടൂല. ഇവിടെ ഇപ്പൊ നീ ഓക്കെ. അപ്പൊ കമ്മിങ് ബാക്ക്, അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി, അവിടെ കണ്ട ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്, അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ കമ്പനി ബാങ്ക്രപ്റ്റ് ആയ എന്ത് ചെയ്യണ്ട, ഷെയർ ഹോൾഡേഴ്സ് അവരുടെ പേഴ്സണൽ അസറ്റ്സ് വിൽക്കണ്ട, പകരം എന്ത് ചെയ്താൽ മതി, അത്രത്തോളം അവരെ ഷെയർസ് ഉണ്ടോ അത്രത്തോളം മാത്രം എന്ത് ചെയ്യും, അവർ ലയബിലിറ്റി ഏറ്റെടുക്കും. ക്ലിയർ അല്ല? അതിനാണ് എന്താ പറയുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ മരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ഇൻസോൾവെന്റ് ആയി എന്ന് വിചാരിച്ചിട്ട് കമ്പനി നിർത്തിപ്പോണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ആ ഷെയർ ഹോൾഡർ അങ്ങ് ഒഴിവാക്കിയാൽ മതി. മനസ്സിലായോ? പക്ഷെ പാർട്ട്ണർഷിപ്പിൽ ആരെങ്കിലും മരിച്ച എന്തായി, പാർട്ട്ണർഷിപ്പ് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, പുതിയ ഡീഡ് ഉണ്ടാക്കേണ്ടി വരും. നിങ്ങൾ റിസ 12th പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞിരുന്ന പാർട്ട്നേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും ആയിപ്പോയി, ഫട്ടായി, അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആയി, അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചു, പാർട്ട്ണർ നമ്മൾ എന്ത് ചെയ്യും, പാർട്ട്ണർഷിപ്പ് വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അതായത് വീണ്ടും പുതിയതുപോലെ ഉണ്ടാക്കും. മനസ്സിലായോ? പക്ഷെ കമ്പനീസിന്റെ കേസിൽ എന്ത് വേണ്ട, നമുക്ക് ആ ഒരു കച്ചറില്ല. മനസ്സിലായോ? അടുത്തത് എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ ഫോർമലൈസ്ഡ് ആണ്, ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇട്ടത് വലിക്കാൻ കഴിയില്ല. ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല, കമ്പനീസിലില്ല. അപ്പൊ ഷെയർ ഹോൾഡറിന് നോ മോർ കമ്പനി റിലേഷൻ വേണ്ട. ഷെയർ ഹോൾഡർ എന്ത് ചെയ്യും, ഷെയർസ് ക്യാൻസൽ ചെയ്യും, പക്ഷെ അയാൾക്ക് എന്ത് കിട്ടൂല, പൈസ തിരിച്ചു കിട്ടൂല. ആ പൈസ കമ്പനിയുടെ റിസർവിലോട്ട് പോകും, അതായത് കമ്പനിയുടെ ഇൻകം ആയിട്ട് മാറും. മനസ്സിലായി? അത്ര പോലും തിരിച്ചു കൊടുക്കൂല, ക്ലോസ് അതാണ്, തിരിച്ചു കൊടുക്കൂല. എന്നിട്ടും അറിഞ്ഞിട്ടാണ് ആൾക്കാർ ഷെയർസ് വാങ്ങുന്നത്. അപ്പൊ അവർ ക്യാൻസൽ ചെയ്യുന്നെങ്കിൽ ആ പൈസ ആർക്ക് പോകും, കമ്പനിക്ക് പോകും. മനസ്സിലായോ? അല്ലാണ്ട് ഷെയർ ഹോൾഡറിന് അത് തിരിച്ചു കൊടുക്കൂല. ലാസ്റ്റ് വൺ, ഷെയർ ഹോൾഡറിന് കൊടുക്കുമ്പോ നമ്മളിപ്പോ ഒരു ഇൻവെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തെങ്കിലും റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യും, അല്ലെ? അപ്പൊ ഒരു സോൾ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ആ റിട്ടേൺ പ്രോഫിറ്റ് ആണ്, പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റ് ആണ്. കമ്പനീസും പ്രോഫിറ്റ് തന്നെയാണ് തിരിച്ചു കിട്ടുന്നത്, പക്ഷെ ആ പ്രോഫിറ്റിന് നമ്മൾ ഒരു പേര് വിളിക്കും, ആ പേരാണെന്ന് ഡിവിഡൻസ്. എന്താണ് പേര്? ഡിവിഡൻസ്. ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസിന് എന്താ പറയാ, ഡിവിഡൻസ് എന്നാ പറയാ. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസിന് എന്താണ് പറയാ, ഡിവിഡൻസ് എന്നാ പറയാ. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? റിസ ഓക്കെ അല്ലേ? ആർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ? ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നാളെ എന്തായാലും ഈ ലെസൺ തീർക്കും, നാളെ ഈ ലെസണും തീർക്കും, അടുത്ത ലെസണിലോട്ട് നമ്മൾ പോകും എന്തായാലും ഇൻഷാല്ലാ. ഓക്കെ, നാളെ അല്ല, ഇനി അടുത്ത ക്ലാസ് മൺഡേ ആണ്. ഓക്കെ, എന്നാ ഇൻഷാല്ലാ കാണാം റിസ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.